സ്കൂൾ പ്രീ ഡിഗ്രി കാലയളവിൽ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത കുറുമ്പക്കുട്ടിയുടെ ജീവിതം ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിറഞ്ഞതായിരുന്നു. എന്നാൽ ജീവിത പ്രാരാബ്ദങ്ങളാൽ എല്ലാം കൈവിട്ടു പോവുകയായിരുന്നു. അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത് ജനശ്രദ്ധയാകർഷിച്ച കുറുമ്പക്കുട്ടിയുടെ പേരിൽ തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ സർക്കാർ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചു നൽകിയത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. തൃശൂർ സ്വദേശിയായ ഇവർ 2 പതിറ്റാണ്ടായി ചങ്ങരംകുളത്ത് ഭർത്താവ് തങ്കപ്പനൊപ്പം വാടക വീട്ടിലാണ് താമസം. സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പല വാതിലുകളും മുട്ടിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ഒരു വനിത മത്സരിച്ചത് നീന്തലിന് ഞാനായിരുന്നു. അത് കാരണം കൊണ്ട് നാഷണലിൽ പോവുകയും ചെയ്ത് അവിടുന്ന് ഫസ്റ്റ് കിട്ടിയായിരുന്നു. അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ സ്പോർട്സ് കൗൺസിലിൽ സ്വീകരണം ഉണ്ടായിരുന്നു. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് സംഭവം നടന്നിരുന്നത്. ഇന്ദിരാഗാന്ധി ഞാനൊക്കെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു വന്നിട്ട് പിന്നെ ഒരു സ്വിമ്മിംഗ് പൂള് നിങ്ങൾക്ക് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അനുവദിച്ച് തന്നിട്ടുണ്ട്. അതാണ് തൃശ്ശൂർ സ്വിമ്മിംഗ് പൂള്. എനിക്ക് വീടാണ് ആവശ്യം. വാടക കൊടുത്ത് തോറ്റു സാറേ. ഇപ്പം 4000 രൂപ ഇതിന് കൊടുക്കണം. സൂക്ഷിക്കാൻ ഇടമില്ലാതായതോടെ സർട്ടിഫിക്കറ്റുകളും മെഡലുകളും ഉപേക്ഷിച്ചു. ചിലത് നശിച്ചു. ട്രാക്കിലെ ഓർമ്മകൾ മനസ്സിൽ നിറയുമ്പോഴും സ്വന്തമായ ഒരു വീടില്ലാതെ എത്ര കാലം മുന്നോട്ടു പോകുമെന്ന ആശങ്കയിലാണ് ചങ്ങരംകുളത്തിന്റെ കുറുമ്പക്കുട്ടി. സി മലയാളം ന്യൂസ്, മലപ്പുറം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.